Good morning. Today we discuss a new topic, types of communication. Communication can be categorized into three different groups. അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ത്രീ ഗ്രൂപ്പുകളായിട്ട് അല്ലെ. എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് നോക്കൂ. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എക്സ്പ്രഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എക്സ്പ്രഷൻ അല്ലെ. നമ്മൾ സാധാരണ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് നമ്മളെ ഫീലിങ്ങുകൾ, തോട്ട്സുകൾ, ഇൻഫോർമേഷൻ അല്ലെ. ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് പിന്നെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത് നോക്കി. നിങ്ങൾ ഏതൊക്കെ ഫോമിലാവാം, റിട്ടൺ ഫോമിലാവാം, സ്പോക്കൺ ഫോമിലാവാം, ജെസ്ചറൽ ഫോമിലാവാം അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദ എക്സ്പ്രഷൻ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിട്ടൺ, സ്പോക്കൺ ആൻഡ് ജെസ്ചറൽ. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് ഏതൊക്കെ രൂപത്തിലാണ്, റിട്ടൺ ഫോം, സ്പോക്കൺ ഫോം ആൻഡ് ജെസ്ചറൽ അല്ലെ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പാസ് ചെയ്യാറുണ്ട് അല്ലെ. ഏതൊക്കെ രൂപത്തില്, നമ്മൾ ഇന്റേണൽ ആയിരിക്കും, എക്സ്റ്റേണൽ ആയിരിക്കും. ഇന്റേണൽ മീൻസ് ഇപ്പൊ നമ്മളൊരു കമ്പനിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു കോളേജ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇൻഫർമേഷൻ അല്ലെ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, വിത്തിൻ ദ കോളേജ്, വിത്തിൻ ദ കമ്പനി അല്ലെ, കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് പാസ് ചെയ്യാറുണ്ട് എംപ്ലോയീസിന്റെ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റുകളിൽ. ഇങ്ങനെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റേണൽ എന്ന് പറയുന്നത്, ഇന്റേണൽ ആണ് അല്ലെ. എന്നാൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാലോ ഔട്ട്സൈഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഔട്ട്സൈഡ് ദ കമ്പനി അല്ലെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒരു കാറ്റഗറിയിൽ ഡിഫറെന്റ് ടൈപ്പ് വരുന്നത് ഏതൊക്കെയാണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അല്ലെ. എന്നാൽ തേർഡ് കാറ്റഗറിയുടെ പേരാണ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് അല്ലെ. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ നമുക്ക് വീണ്ടും നമുക്കൊരു കാറ്റഗറീസ് ആക്കാം. കാറ്റഗറിയിൽ ഡിഫറെന്റ് ടൈപ്സ് വരുന്നത് ഏതൊക്കെ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അല്ലെ. നമുക്ക് ഫെമിലിയർ ആണ്. ഫോർമൽ മീൻസ് ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്, ഇൻഫോർമൽ എന്ന് പറയുന്നാൽ അൺഒഫീഷ്യൽ ആണ് അല്ലെ. ഫാമിലീസിന്റെ ഇടയിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെയും ഒക്കെ നമ്മൾ അറിയുന്ന ആളുകൾക്കിടയിലൊക്കെ യൂസ് ചെയ്യുന്നതിനാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി നോക്കാം, നമുക്ക് ഓരോ കാറ്റഗറീസിനെയും നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഫസ്റ്റ് കാറ്റഗറിയാണ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എക്സ്പ്രഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു വി എക്സ്പ്രസ് ഇൻഫർമേഷൻ, ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ഇൻ ത്രീ ഫോം അല്ലെ. ഏതൊക്കെ, റിട്ടൺ, ഓറൽ ആൻഡ് ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻ. നോക്കാം ഫസ്റ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് നോക്ക് നിങ്ങൾ. റിട്ടൺ ഫോം ആണ് അല്ലെ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് റിട്ടൺ ഫോമിലാണ്. അത് ഏതൊക്കെ ആവാം, ലെറ്റേഴ്സ് ആവാം, സർക്കുലർ ആവാം, റിപ്പോർട്ടുകൾ ആവാം, ജേർണൽസ് ആവാം, മാഗസീൻസ് ആവാം. ഇതൊക്കെ നമ്മൾ റിട്ടൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. എന്നാൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, ഓറൽ മീൻസ് സ്പോക്കൺ ഫോം ആണ്, ടെലിഫോണിക് കോൺവെർസേഷൻ അല്ലെ, ടെലിഫോണിക് കോളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കോൺവെർസേഷൻസ്, ലെക്ചേഴ്സ്, മീറ്റിംഗ്സ്, ഇതൊക്കെ ഓറൽ ഫോം ആണ്, സ്പോക്കൺ ഫോമിലാണ് അല്ലെ. ഇത് രണ്ടാമത്തെ ടൈപ്പ് ആണ്. ഇനിയോ ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ഹെഡ് നോഡിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു പിന്നെ അനദർ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാറ്റഗറി ആണ് ബേസ്ഡ് ഓൺ ദ എക്സ്പ്രഷൻ. നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ് റിട്ടൺ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ഓറൽ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ജെസ്ചറൽ ഫോമിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെ. ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ നമ്മൾ ഫ്ലോ ചെയ്യുക, മീൻസ് നമ്മൾ പാസ് ചെയ്യുക അല്ലെ. നോക്ക് നിങ്ങൾ, ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ communication has been divided into two types. ഏതൊക്കെ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. എവിടേക്കാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പാസ് ചെയ്യുന്ന സ്പേസുകൾക്ക് അനുസരിച്ച് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അല്ലെ. ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, communication takes place within the organization, institution or company. ഇപ്പോ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത് എവിടെയാണടാ, വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്, ഒരിക്കലും ഔട്ട്സൈഡിലേക്ക് പോകുന്നില്ല. അതാണ് ഇന്റേണൽ എന്ന് പറയാനുള്ള കാരണം അല്ലെ. അപ്പൊ പിന്നെ ഹെഡ് ഓഫീസിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ എന്ത് ചെയ്യാം, മെസ്സേജ് പാസ് ചെയ്യാം അല്ലെ. എന്നാൽ in the case of external communication, information passes to the outside the company, agencies or institution.
ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പം നമുക്ക് കാണാൻ പറ്റും ഔട്ട്സൈഡിലേക്കാണ്. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഒരു കമ്പനി ആണെങ്കിൽ, ഒരു പിന്നെ കോളേജ് ആണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക, പിന്നെ മറ്റേ ഏജൻസീസ് ഒക്കെ ആയിട്ട്, അഡ്വർടൈസിങ് ഏജൻസീസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, പിന്നെ മാർക്കറ്റിംഗ് ഏജൻസീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെ ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഔട്ട്സൈഡ് ഏജൻസീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് ഫേം ഓർ കമ്പനി കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ആൻ അഡ്വർടൈസിങ് ഏജൻസി. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് അല്ലെ. ആളുകൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്മളുടെ റിലേഷൻസ് അനുസരിച്ച് നമുക്ക് എന്തിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മളൊരു ഒഫീഷ്യൽ റിലേഷൻസ് ആണ്, ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്, ഒഫീഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുക അല്ലെ. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി റിലേഷൻസ് ആണ്, ഫെമിലിയർ റിലേഷൻസ് ഒക്കെ ആണ് അല്ലെ, ഫ്രണ്ട്ലി റിലേഷൻസ് ഒക്കെ ആണ്, നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. അപ്പൊ നോക്കാം എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോക്കാം, ഇറ്റ് എക്സ്ചേഞ്ചസ് ഓൺലി ഒഫീഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, അവിടെ എന്ത് മാത്രമാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, ഫോർമൽ ഒഫീഷ്യൽ ഇൻഫർമേഷൻ മാത്രമായിരിക്കും. ഇറ്റ് എക്സ്ചേഞ്ചസ് അൺഒഫീഷ്യൽ മെസ്സേജസ് ഓർ ഇൻഫർമേഷൻ. അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ത്രൂ ഫോർമൽ ഓർ ഒഫീഷ്യൽ റൂട്ട്സ് ആൻഡ് ചാനൽ. അപ്പൊ അത് പലപ്പോഴും ആ ഒരു മെസ്സേജസ് നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഒഫീഷ്യൽ ചാനലുകളാണ് യൂസ് ചെയ്യുക. ഇറ്റ് ടേക്ക് പ്ലേസ് അൺഒഫീഷ്യലി ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. ഇതൊരു ഒഫീഷ്യൽ ആവശ്യമൊന്നുമില്ല അല്ലെ, ഒരു പിന്നെ ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് മോർ റിലയബിൾ അല്ലെ. ഇപ്പൊ നമ്മൾ ഒഫീഷ്യലി, നമ്മൾ ഫോർമലി നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഇമെയിൽ ആവട്ടെ, റിപ്പോർട്ട് ആവട്ടെ, ഇതൊക്കെ റിലയബിൾ ആണ്, വിശ്വസിക്കാം അല്ലെ, വാലിഡിറ്റി ഉണ്ട്. കാരണം അത് ഡാറ്റാസും കറക്റ്റ് ഇൻഫോർമേഷൻസും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം അല്ലെ, അത് ഒഫീഷ്യലി ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. ലെസ് റിലയബിൾ, ഇറ്റ് മേ ക്യാരി ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫോർമൽ പലപ്പോഴും എന്തായിരിക്കും, ലെസ് റിലയബിൾ ആണ്. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും റിട്ടേൺ ആയിട്ടോ പിന്നെ അതുപോലെ തന്നെ റെക്കോർഡിക്കൽ ആയിട്ടൊന്നും അല്ല നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന പല മെസ്സേജസുകളും കംപ്ലീറ്റ് ആവണമെന്നില്ല അല്ലെ. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുക അല്ലെ, നമ്മുടെ ഫാമിലി ഫാദേഴ്സിനോട് സംസാരിക്കുക അല്ലെ. അപ്പൊ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, എത്രത്തോളം റിലയബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ ഡൗട്ട് ആയിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വി ഹാവ് ടു ഫോളോ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ നമ്മളൊരു ഫോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, അവിടെ കൺവെൻഷൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ഹൗ ടു പ്രിപ്പയർ ഇറ്റ് അല്ലെ. ഒരു പിന്നെ ഒഫീഷ്യൽ ലെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റൂൾസ് ഉണ്ട് അല്ലെ. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തില്ല, ദർ ഈസ് നോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. എന്തിന് പാസ് അല്ലെ, പാസിംഗ് ഇൻഫോർമേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. ഇൻഫർമേഷൻ പാസ് ചെയ്യുക, കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. ഇറ്റ് ഈസ് എ പ്ലാൻഡ് വൺ ആൻഡ് കൺസ്യൂംസ് മോർ ടൈം അല്ലെ. ഇപ്പം നിങ്ങൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യാണ്, അറ്റ് ദ ടൈം അത് പ്ലാൻഡ് ആയിരിക്കണം അല്ലെ. അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യണം, ഡിഫറെന്റ് സോഴ്സുകൾ ഏതാണെന്ന് നോക്കണം, അതിന് ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം, ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലെ, എഡിറ്റ് ചെയ്യണം, പ്രൂഫ് റീഡ് ഉണ്ടാവും, ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് കൺസ്യൂംസ് മോർ ടൈം അല്ലെ. എന്നാലോ ഇത് സ്പോണ്ടേനിയസ് ആണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. സ്പോണ്ടേനിയസ് ആണ്, നമ്മൾ നേരത്തെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്നും സബ്മിറ്റ് ചെയ്യൂല അല്ലെ. നിങ്ങൾ പാരന്റ്സിനോടും ഫ്രണ്ടിനോടും സംസാരിക്കും, സ്പോണ്ടേനിയസ് ആണ്, ഓട്ടോമാറ്റിക് ആണ് അല്ലെ. therefore it doesn't consume more time. This communication take place in the form of orders, decisions, instructions അല്ലെ. ഇതൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ ഫോർമലി ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്, മെസ്സേജ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓർഡറുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഡിസിഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നാലോ ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റിയാക്ഷൻസ് ആൻഡ് ഐഡിയാസ് ആൻഡ് ഈസ് യൂഷ്വലി ഡൺ ബൈ ഓറലി ആയിരിക്കും
അല്ലേ? അപ്പം അതിൽ അത് റിയാക്ഷൻസും ഐഡിയാസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഓറലി ആണ്. ഓക്കെ, ഇത്രയാണ് എവിടെ വരുന്നത്, പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓക്കെ, ബൈ.